നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ വെമ്പായം. വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് വിശാഖത്തിൻ്റെ അവസാനം അനിഴം കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വേഴമാറ്റം വളരെ അനുഗ്രഹമാണ്. ഈ രാശിക്കാർ പലവരും കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും സ്വയം ആത്മഹത്യ ചെയ്യുകയും കുടുംബത്തിൽ വിഷമതകളുണ്ടാക്കി മറ്റുള്ളവരെ കൂടെ നശിപ്പിച്ചിട്ട് സ്വയം നശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വിഷമതകളെ കൂടി കടന്നു പോവുകയാണ് വൃശ്ചിക രാശിക്കൂറുകാർ. അപ്പോൾ ആ വേഴം വെട്ടി നിന്നപ്പോൾ നിങ്ങൾക്ക് എട്ടിൻ്റെ പണിയായിരുന്നു കഴിഞ്ഞ കൊല്ലം. ഭയങ്കര ദോഷമായിരുന്നു. ഈ വൃശ്ചികക്കൂറുകാർ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നെങ്കിൽ അതിന് ഈശ്വരന് നന്ദി പറയണം. 2026 6 മാസം 2-ാം തീയതി മുതൽ വേഴം 9-ലും, 2026 10-ാം മാസം മുതൽ വേഴം 10-ല്, 2027 ജനുവരി മുതൽ വീണ്ടും 9-ല്. അപ്പോൾ ഈ 9-ലും 10-ലും 11-ലും 3 കൊല്ലം വേഴം സഞ്ചരിക്കുന്ന ഈ 3 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ തകർച്ചകളും മാറി വളർച്ചയും ഉയർച്ചയും ഭാഗ്യവും കിട്ടുന്ന സമയമാണ്. കാരണം വേഴം 8 നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ കൊല്ലണമെന്ന് തോന്നുന്നത്. അത്രയ്ക്കും വലിയ വിഷമങ്ങൾ അനുഭവിച്ച് നീന്തിക്കയറി ചെയ്യാത്ത കുറ്റങ്ങൾ അത്രയും നമ്മളെ മണ്ടേ വന്ന് നമ്മൾ തന്നെ ഒരു ദുഷ്ടനെ പോലെ നിന്ന് ആളുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയം വരെ ആയിരുന്നു. നമ്മളെ ആൾക്കാർ നശിപ്പിക്കുന്ന സമയമായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം വേഴം 9 വന്നിട്ടുണ്ട്. 9 വേഴം നിൽക്കുമ്പോൾ സൗമ്യേ ധർമ്മസ്ഥിതസ്യാത് ഗുരുജനമനസീശ്വരാണാം പ്രസാദോ വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ ശുഭതവസ മാതൃത പൗത്ര സൗഖ്യമാണ്. ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കുമെന്നും മാതാപിതാ ഗുരു ദൈവം എല്ലാവരും പ്രസാദിക്കുമെന്നും വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യ ധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരാനും ശുഭതപസ് എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ നേടി ജയിക്കാനും പൗത്ര സൗഖ്യം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള പിള്ളേർക്ക് നല്ല ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ കിട്ടാനും പിള്ളേർക്ക് വിദ്യയും ഉദ്യോഗവും വിവാഹവും നല്ല അഡ്മിഷനും നല്ല സാലറിയും നല്ല ജീവിതവും ഒക്കെ കിട്ടി ആസ്വദിച്ച് ജീവിക്കാനും ഉള്ള പിള്ളേർക്കും നല്ലത് വരാനുള്ള യോഗവും കഴിവൊക്കെ ഉള്ള ഒരവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേഴം 12 വർഷത്തിലൊരിക്കൽ മാത്രമേ 9 വരൂ. അപ്പോൾ കഴിഞ്ഞ 12 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്ന സമയമാണ്. അത് കഴിയുമ്പോൾ വേഴം 10 വരും. 10 വരുമ്പോൾ 10 എന്ന് പറഞ്ഞാൽ തൊഴിലാണ്. നിങ്ങൾക്കൊരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ഉള്ള ജോലി അഭിവൃദ്ധിപ്പെട്ടു വരാനും ഈ വർഷത്തെക്കാലം അടുത്ത വർഷം നമുക്ക് സ്വന്തമായിട്ട് തന്നെ പല കമ്പനിയോ ഫാക്ടറിയോ ബിസിനസ്സൊക്കെ തുടങ്ങിയ വൻ വിജയിച്ചു വരാനും ഇപ്പോഴേ അതിനുള്ള തുടക്കങ്ങൾ വിജയകരമായിട്ട് വരാനും രാഷ്ട്രീയം, പൊതുപ്രവർത്തനം, ബിസിനസ്, വിദ്യ എല്ലാ പ്രവൃത്തിയിലും വിജയം കിട്ടി നേടാനും ഒക്കെ യോഗമുള്ള സമയമാണ്. 10-ല് വേഴം വരുന്ന സമയം 2026 10-ാം മാസം മുതലാണ്. അപ്പോൾ 10-ല് വേഴം വരുമ്പോൾ ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന ഏതസർവം ചിന്തനീയം ഈ ദശമേനാണ്. ദേവാലയം വയ്ക്കാനും നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി, അധികാരി, ഉദ്യോഗസ്ഥന്മാർ, പ്രമുഖ വ്യക്തികളിൽ നിന്നും പ്രീതി, സഹായവും അനുകൂലമൊക്കെ കിട്ടാനും മാർഗം വഴിവെട്ടിക്കാനും ആലയം വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് വർഷങ്ങൾ കൊണ്ട് വീട് വയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളവർക്ക് വീട് വയ്ക്കാനും പറ്റുന്ന സമയം. ഇപ്പോൾ വീടും 10-ഒക്കെ ജപ്തി ചെയ്ത് പോണ സമയമാണ്. അത് വിൽക്കാനും പറ്റില്ല, വേറെ വാങ്ങിക്കാനും പറ്റാത്തവർക്ക് വിറ്റിട്ട് വേറെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാനും, വിൽക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ കടമൊക്കെ തീർത്ത് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വിജയിച്ച് നേടാനും നമുക്ക് നല്ലൊരു ജോലി കിട്ടിയാലും പ്രോഫിറ്റ്, നല്ല കമ്മീഷൻ, നല്ല സാലറി, നല്ല ടാർഗറ്റൊക്കെ കിട്ടാനും നമ്മൾ ചെറിയ ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ യോഗമുള്ള രാശിയാണ്. ഇനി ആർക്കും വകവച്ച് കൊടുക്കാത്തതും സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും ചില ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നതും അത് ഒളിച്ചു വയ്ക്കുന്നതും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ശാപങ്ങളും വിരോധങ്ങളും ശത്രുതകളും വളരെയധികം ഉണ്ടാകുന്ന ഒരു രാശിയാണ് ഈ വൃശ്ചികക്കൂറ്. തേളാണ് രാശി രൂപ. ആരെങ്കിലും കൊത്താൻ കിട്ടിയില്ലെങ്കിൽ സ്വയം കുത്തിച്ചാവണതാണ് ആ രാശിയുടെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യണവർ
ഈ വൃശ്ചികക്കൂറുകാരാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടുന്നതായ അവസ്ഥ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന തടസ്സങ്ങൾ മാറാൻ എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടുകയും നമുക്കൊരു കുരുക്ക് വന്നാൽ രക്ഷിക്കാനും സഹായിക്കാനും മറ്റുള്ളവർ ഉണ്ടാകണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണം. എന്തായിരുന്നാലും 11 വേഴം വരണ സമയം സർവാഭീഷ്ടാകും. എന്ത് കാര്യം വിചാരിച്ചാലും നമുക്ക് അഭിവൃദ്ധി കിട്ടും. ജ്യേഷ്ഠന്മാരെ കൊണ്ടും പ്രാതാവ് അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായം കിട്ടും. അർത്ഥലാഭം നിറയെ സാമ്പത്തിക നേട്ടങ്ങളും കമ്മീഷനും പ്രോഫിറ്റും പ്രവർത്തനങ്ങളിലും ജോലിയിലും ബിസിനസ്സിലും ഒക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ കിട്ടാനും റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ് ഇങ്ങനെയുള്ള മേഖലയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നഷ്ടമില്ലാതെ നല്ല പുരോഗതി കിട്ടാനും യോഗമുണ്ട്. ദശാസന്ധി ദോഷങ്ങളും എല്ലാം ഉണ്ടാകാൻ നോക്കണം. ദശാസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. പക്ഷെ വേഴമാറ്റം കൊണ്ട് ഗുണം കിട്ടുന്ന സമയമാണ്. അങ്ങനെ നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകും. വേഴം ബുദ്ധിയും പുത്രനും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ്. ബുദ്ധി കിട്ടുമെന്നാണ്. നമുക്ക് ശക്തിയും ബുദ്ധിയൊക്കെ കിട്ടും. സന്താനം, പുത്രൻ എന്ന് വെച്ചാൽ സന്താനമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള പിള്ളേർക്ക് നല്ലത് വരികയും ചെയ്യും. സ്നേഹം കിട്ടും എല്ലാവരോടും. നമുക്ക് സ്നേഹം തോന്നും, നമ്മളോടും എല്ലാവർക്കും സ്നേഹം തോന്നും. ദേഹം, ശരീരത്തിന് ഓജസ്, തേജസ്, ശക്തി, സൗന്ദര്യം, ആരോഗ്യമൊക്കെ വർദ്ധിക്കും. ഉണങ്ങി മെലിഞ്ഞ് ചാവായിരുന്നവർ പോലും കണ്ട നല്ല സുമുഖന്മാരും സുന്ദരിമാരും ഒക്കെ ആവാനുള്ള യോഗമുണ്ട്. ദേഹം, അർത്ഥം, നിറയെ പൈസ കിട്ടാൻ, ഗുരുത്വം, മാതാപിതാ ഗുരു ദൈവം അവരുടെയൊക്കെ നിന്ന് നമുക്ക് സ്നേഹമായിട്ട് ഇടപെടാത്തോണം നിങ്ങളുടെ വാശിയും അക്രമമൊക്കെ മാറ്റി മയാട്ട് നിന്ന് നല്ല ഗുരുത്വ ഭാഷയിലേക്ക് പോയി പ്രവർത്തിച്ച് നമ്മളെ തെറ്റുകുറ്റങ്ങളെ നമ്മൾ തന്നെ കണ്ടെത്തി സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയവും അങ്ങനെ മന്ത്രിത്വം, അധികാരികളുടെ പ്രീതി, മന്ത്രിമാർ, അധികാരികളൊക്കെ അപ്പോൾ എല്ലാത്തിൻ്റെയും ചെയർമാൻ, ഡയറക്ടർ, മാനേജർ, പ്രസിഡന്റ്, സെക്രട്ടറി, സംഘം, സമുദായ, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗങ്ങളിലെല്ലാം നിങ്ങൾക്ക് നഷ്ടമാറ്റി പോയ എല്ലാ ഭാഗ്യങ്ങളും നേടി ജയിച്ച് നമുക്ക് സീറോയിൽ നിന്ന് വീണ്ടും ഹീറോയിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമുക്ക് വിജയവും പുരോഗതികളും നേട്ടങ്ങളും കിട്ടി രക്ഷപ്പെടാൻ പറ്റുന്ന സമയം കൂടിയാണ് ഈ സമയം. പിന്നെ ഭക്തി വർദ്ധിക്കും. കാരണം 9 വേഴം നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭക്തി വർദ്ധിക്കും. മാത്രമല്ല ജപം, തപം, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, പൂജകൾ ഇതൊക്കെ പഠിക്കാനുള്ള ശ്രമം, അറിയാനുള്ള ശ്രമം, ആത്മീകപരമായിട്ടുള്ള ചില കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് അറിയാനും വലിയ വലിയ പ്രമുഖ വ്യക്തികളുടെ അടുത്തെത്തി അവരിൽ നിന്ന് ഉപദേശങ്ങൾ കിട്ടാനും അവരുടെ സേവനങ്ങൾ കിട്ടാനും സഹായം കിട്ടാനും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മെച്ചമായ അംഗീകാരങ്ങൾ നമുക്ക് കിട്ടാനും യോഗമുള്ള സമയമാണ്. അപ്പോൾ വേഴനെന്ന് പറയുന്നത് സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴൻ. അപ്പോൾ ഈ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം ദക്ഷിണയെ അനുകൂലെ പ്രായോ അനുകൂലാക്ക സകലാശ ദേവ എന്നാണ്. ഈ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ച് നിൽക്കുമ്പോഴാണ് എല്ലാ ദേവന്മാരുടെയും അമ്പലങ്ങളുടെയും പള്ളികളുടെയും കബറുകളുടെയും യേശുവിൻ്റെയും സെൻറ്റ് ജോർജിൻ്റെയും സെൻറ്റ് ജൂഡിൻ്റെയും നാഗരുടെയും സർവ്വദൈവങ്ങളുടെയും പ്രീതി കിട്ടണം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോയി നേരത്തേക്ക് തൊഴുത്തൊരു ഗതി കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നവർ ഇപ്പോഴും പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നല്ല പുരോഗതിയും അധോഗതി മാറി പുരോഗതിയും ഐശ്വര്യവും ഒക്കെ നമുക്ക് കിട്ടും. കാരണം ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കിട്ടണത്. കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമ്മളൊരു സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ കറണ്ട് കിട്ടും. അതേപോലെയാണ് നമ്മളൊരു നല്ല സമയങ്ങളിൽ നമ്മൾ ചെറിയ ഒരു പ്രാർത്ഥന ചെയ്താലും ചെറിയൊരു ബിസിനസ് ചെയ്താലും ഒരു കാര്യം അത് അഭിവൃദ്ധിപ്പെട്ടു വരണം. ദോഷ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പണി ചെയ്താലും നമുക്ക് നേട്ടമല്ല, കോട്ടം വരും, ശത്രുത വരും, കേസ് വരും. തോനെ പൈസ ഉണ്ടെങ്കിൽ ഇടി അടിച്ചുകൊണ്ട് പോകും, ഇൻകം ടാക്സ് പിടിച്ചുകൊണ്ട് പോകും, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോകും. അധികാരിയുടെ വിരോധവും ശത്രുതയെ കൊണ്ട് മരിക്കണമെന്നൊരു തോന്നുന്ന സമയമാണ് 2026 6-ാം മാസം 2-ാം തീയതി വരെ. ഇനി നിങ്ങൾ ആരും ചാവാൻ പോകരുത്. എനിക്കറിയാവുന്നുള്ള വലിയ കോടീശ്വരന്മാർ പോലും തന്നെ വെടിവെച്ച് മരിച്ചവരുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുണ്ട്. അതൊക്കെ എനിക്കറിയാവുന്ന ഈ എട്ടുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത പല കുഴപ്പങ്ങളും സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കൊല്ലാതിരുന്നാൽ മതി.
നിങ്ങൾക്ക് വലിയ ഒരു സുനാമി നിങ്ങളുടെ ജീവിതത്തിലെ അടിച്ച് തകർത്ത് മറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാം ശാന്തമായിട്ട് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സമയം നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. ജാതകം പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഇതൊക്കെ അയച്ചു തരണം. അത് നോക്കിയിട്ട് അത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടും. പൂജയും മന്ത്രവും തന്ത്രാദികളും ജപങ്ങളും നേർച്ചകളും ഒക്കെ നടത്തുന്നതും നല്ലതാണ്. നമുക്ക് ചിലവർ ദോഷം ഉണ്ടെങ്കിൽ മാത്രം പൂജകൾ ചെയ്യും. ചിലവർ ദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വർഷവും അവരുടെ നന്മയ്ക്ക് വേണ്ടി സ്ഥിരം ചെയ്യുന്ന ചില പൂജകളുണ്ട്. ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമ, ഈശ്വര പൂജ, ശത്രു സംഹാരവും. നമുക്കാരുടെയും വിരോധം ഇല്ലെങ്കിലും നമ്മളെ തകർക്കാൻ വേണ്ടി പലവരും ശത്രുവിനെ പോലെ പെരുമാറുന്നതാണ് സമൂഹത്തിൽ ഇപ്പോഴത്തിലുള്ള ഏതൊരു വ്യക്തിയും നേരിടുന്ന ഭീഷണി. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് സഹായിക്കാറില്ല. നല്ല രീതിയിൽ ജീവിക്കണമെന്ന് എങ്ങനെയെങ്കിലും കുളം തോണ്ടി തകർത്ത് കളയാൻ വേണ്ടി എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള പണികളാണ് ഇന്ന് സമൂഹത്തിൽ ചെയ്യുന്നത്. ഒരു കാരണവശാലും ആരെ തകർക്കാൻ പോണ്ട. ആരെങ്കിലും വളർന്നുയർന്ന സമൂഹത്തിന് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, കുടുംബക്കാർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ കിട്ടും. ആരെയും ഉള്ളത് നമ്മൾ പിടിച്ചു വാങ്ങിച്ച് നമ്മൾ നന്നാവണമെന്ന് വിചാരിക്കരുത്. നമുക്ക് കിട്ടാൻ യോഗമുള്ളത് ഭഗവാൻ തരുന്നത് വേണ്ട വിധത്തിൽ വാങ്ങിച്ച് സ്നേഹിച്ച് ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹര ഹര മഹാദേവ കാലഭൈരവ രക്ഷതു. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ കർത്തവാവിൻ്റെ അന്നും രാവിലോട്ട് വൈകുന്നേരം വരെ അമാവാസി പൂജയുണ്ട്. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഹോമം, യമരാജ പൂജ, പിതൃക്കൾക്ക് ബലി, 4 മണിക്ക് സർപ്പകൂട്ട് പാട്ട്, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7:30 വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പാൽ, അതേപോലെ കരിക്ക്, തേന്, നെയ്യ്, ഇങ്ങനെയുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളുണ്ട്. പുഷ്പാഭിഷേകമുണ്ട്, ഭസ്മാഭിഷേകമുണ്ട്, കാശി നടത്തുന്ന ദീപാരാധന ആരതി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിലൊക്കെ പങ്കെടുക്കാം. നിങ്ങൾക്ക് ഏത് രാജ്യത്തിരുന്നാലും എൻ്റെ ലൈവ് വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ ചെയ്യണമെങ്കിലും ജ്യോതിഷകാര്യം അറിയണമെങ്കിലും വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന രാശിക്കാർക്ക് വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.